കഴിക്കാം നമുക്ക് ബനാന ഇതുപോലെ. ഇത് കണ്ടിട്ടൊരു പച്ചക്കറി കട ലുക്ക് ഉണ്ട്. പച്ചക്കറി അല്ല, എന്തോ ബേക്കറി ആണെന്ന് തോന്നുന്നത്. തൽക്കാലം ഇവിടെ തന്നെ ചോദിച്ചു നോക്കാം. ഹലോ ഹലോ ഹലോ, ഐസ്ക്രീം ഒന്നും വേണ്ട, എനിക്ക് ഒരു സഹായം വേണമായിരുന്നു. സഹായം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ ബനാന ബോട്ട് എന്ന് പറഞ്ഞ എന്താ സംഭവം? ഓ അതെനിക്കും അറിയാം, അത് തിന്നണതാണെന്ന്. ഞാൻ അതല്ല ചോദിച്ചത്. ഇപ്പൊ ഒരു ബനാന ബോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ എവിടെയല്ലേന്ന് അറിയോ? ഇയാള് കേട്ടിട്ടൊന്നുമില്ല എന്നാ പറയുന്നത്. ഇനിയിപ്പൊ ബോട്ട് ഇപ്പൊ ഞാൻ ആരുടെ അടുത്ത് പോയി ചോദിക്കും? അവിടെ ഒരാൾ നിൽക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചു നോക്കിയോ. ഹലോ ചേട്ടാ ചേട്ടാ ചേട്ടാ. ഓ മോനെ പറ. അതെ, ഈ ബനാന ബോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ബനാന ബോട്ടോ? അതെന്തൊരു കൊള്ളാം. അതെ, ഞാനാണെങ്കിൽ എനിക്കൊരു ബനാന ബോട്ട് എന്ന് പറയുന്ന സാധനം അർജന്റ് ആയിട്ട് വേണമായിരുന്നു. നീ ഒരു കാര്യം ചെയ്ത് നോക്ക്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സീൻ അവിടെ അണ്ടർ വാട്ടർ ആയിട്ട് ഒരു സംഭവം ഉണ്ട്. അതിന്റെ അവിടേക്ക് പോയി നോക്കി, ചിലപ്പോ നിനക്ക് അവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോ ആള് പറഞ്ഞ സ്ഥിതിക്കൊന്ന് പോയി നോക്കാം. അല്ല കഴിച്ച് ഇനിയിപ്പോ അവിടെ എങ്ങാനും കിട്ടിയാലോ, ചിലപ്പോ ലോട്ടറി അടിച്ചാലോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. പക്ഷേ ഇവിടെ നിന്നൊരു ബോട്ട് കണ്ടുപിടിച്ചാലേ നമുക്ക് അതിന്റെ അടിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ കുറെ ചേച്ചിയും ചേട്ടന്മാരൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ബോട്ട് നമ്മളിപ്പോ എവിടെ നിന്ന് ഒപ്പിക്കും? ഇവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് എന്തായാലും പോവാം. ഈ വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോവാവോ? ഇനിയിപ്പോ അതിന്റെ അടിയെ പോയിട്ട് നമുക്ക് ബോട്ട് വരുന്ന സാധനം ബനാന ബോട്ട് കണ്ടുപിടിക്കാം. എന്തൊരു അവസ്ഥയാണ് ഗൈസ്. ഇനിയിപ്പോ ഇത് ഏത് ഭാഗത്തായിട്ടായിരുന്നു ടണൽ എന്നൊക്കെ പറഞ്ഞത്? ഇതായിരിക്കുമോ? ഇവിടെ അല്ല ഗൈസ്, ചിലപ്പോ ആ ഭാഗത്ത് വല്ലായിരിക്കും. നോക്കാം എന്തായാലും നമുക്ക് ഈ വഴി തന്നെ പോയി നോക്കാം. ചിലപ്പോ ഇനി ഇവിടെ ആണെങ്കിലോ ഗൈസ്. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഏതായാലും സ്പീഡിൽ വിട്ടോ പോവും. ഇവിടെ ടണലൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ ഏത് ഭാഗത്തായിട്ടായിരിക്കും ടണലെന്ന് പറഞ്ഞത്? അങ്ങേരെ വാക്കം വിശ്വസിച്ച് വരണ്ടായിരുന്നു. വെറുതെ ആയി പോയല്ലോ. ഇനിയിപ്പോ ഈ ബനാന ബോട്ട് എന്ന് പറഞ്ഞ സംഭവം ഞാനിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കും? നമുക്ക് എന്തായാലും കടലിലൊക്കെ തപ്പി നോക്കാം. ഇനി ആരെങ്കിലും ഒക്കെ കൊണ്ട് നടന്നേ കിട്ടിയാലോ. അതൊക്കെ സാധാ ബോട്ടാണ് കൈസ്, അതൊന്നും എല്ലാം തോന്നുന്നു. ഈ ബോട്ട് ഞാനിതിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഇനി ചിലപ്പോ എങ്ങാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ബനാന ബോട്ട് പെട്ടെന്ന് തന്നെ കിട്ടിയാലോ. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ, മറക്കല്ലേ. പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. ഇനി ചിലപ്പോ എങ്ങനെ കിട്ടിയാലോ, പറയാൻ പറ്റത്തില്ല. അതിനിപ്പോ ഏത് ഭാഗത്തായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതെന്താണ് കറുത്ത ബനാനയോ? എന്താണ്? ഇതാണോ ഈ ബനാന ബോട്ട് എന്ന് പറയുന്നത്? പക്ഷെ ഇത് കളറ് ബ്ലാക്ക് ആണല്ലോ. എന്തായാലും ഓടിച്ചു നോക്കാം അല്ലെ. ശരി, കളറൊക്കെ മാറുന്നു. വെള്ള ബോട്ട്. അമ്പോ കിടുക്കാച്ചി. ഇപ്പതേ കൊറേ ബനാന പോണു. ഓ അപ്പൊ എന്നെ പറ്റിക്കായിരുന്നു. ഗൈസ്, അങ്ങനെയാണ് നമുക്ക് ബനാന ബോട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടാസ്ക് 2 നമ്മൾ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈസി, അതെ ഭയങ്കര ഈസി. ബോട്ട് തപ്പി ഞാൻ എവിടം വരെയൊക്കെ പോയെന്ന് അറിയോ ഗൈസ്. അങ്ങനെ നമുക്ക് കൊള്ളാം കേട്ടോ സംഭവം. എന്തൊരു പഴം ടണല്. ഓ ഈ ഭാഗത്തായിട്ടായിരുന്നു അപ്പൊ ടണല്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ബോട്ട് ഇപ്പൊ കിട്ടിയ സ്ഥിതിക്ക് ടാസ്ക് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇനി ഇതിന്റെ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ ഭാഗ്യ അമ്മേ. ഇനി എന്താ അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കട്ടെ. ഞാൻ പേപ്പർ ഒന്ന് നോക്കട്ടെ. ടാസ്ക് 3 earn $1000 without cheating. അതെങ്ങനെ ഞാൻ $1000 ഉണ്ടാക്കാനാ ഇപ്പൊ? അതായത് നമ്മളാണെങ്കിൽ ഇല്ലീഗൽ പരിപാടികൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലീഗൽ ഒന്നും ചെയ്യാണ്ട് നമ്മൾ $1000 ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കും? ദൈവമേ, ഞാനിനി ഹോട്ടലിലും എല്ലാം പോയിട്ട് പാത്രം കഴുകി കൊടുക്കേണ്ടി വരും. പാത്രം കഴുകി കൊടുത്താലും എത്ര വെച്ച് കിട്ടുമോ? നമുക്ക് എന്തായാലും ഇപ്പൊ ഓരോ പരിപാടിയായിട്ട് ചെയ്യാം. ഇവിടെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നോക്കിയൊക്കെ എന്തായാലും ഇപ്പൊ പണി ഉണ്ടോ? ഹലോ ചേട്ടാ, ഹലോ. അതെ, ഇവിടെ എനിക്ക് എന്തെങ്കിലും പണി തരാവോ? എനിക്ക് അർജന്റ്. പണിയുടെ കാര്യം ചോദിച്ചപ്പോ തന്നെ അവര് ഓടിപ്പോയത്. നല്ല സ്നേഹമുള്ള മനുഷ്യന്മാര്. ഞാനിപ്പോ എന്നാ പണി ചെയ്യും? വല്ല കൺസ്ട്രക്ഷൻ പണിക്ക് പോവാം. അതാകുമ്പോ കുഴപ്പമില്ല. നമുക്കൊരു കാര്യം ചെയ്യും. ഇവിടത്തെ ഷോപ്പിൽ അങ്ങനെ കയറിയിട്ട് നമുക്ക് ജോലിക്ക് ആളെ വേണമെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഡോറ് തുറക്കാനുള്ള അവസ്ഥ, കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. എന്റെ മോനെ ചേച്ചിയുടെ കൂടെ നടക്കല്ല, മുന്നേ ഓടാൻ എനിക്ക് ഇഷ്ടം. നമുക്ക് ഇയാളുടെ കൂടെ അങ്ങ് നിന്നാലേ ഇത് കൊള്ളാല്. ഇയാളുടെ കൂടെ അങ്ങ് നിൽക്കാം, ഇവിടെ നിൽക്കാം. ഇതാകുമ്പോ കുറച്ച് കുറച്ച് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ ഇയാളുടെ കൂടെ നിൽക്കാം. കുറച്ച് പൈസ കിട്ടാൻ ചാൻസ് ഉണ്ട്.
ആ ആ ഗൈസ്, അങ്ങനെ നമുക്കൊരു $100 കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്റെ മോനെ കൊള്ളാം കേട്ടാ, ചേട്ടൻ സ്നേഹമുള്ളവനെ കുറച്ച് പൈസ തന്ന്. ഇനിയിപ്പോ ബാക്കി ഇപ്പൊ എന്നാ ചെയ്യും? ചീറ്റ് ചെയ്യാനും പാടില്ല, ഇല്ലീഗലും പാടില്ല. ഇല്ലീഗൽ ജോബ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇപ്പൊ $1000 ഞാൻ ഉണ്ടാക്കിയേനെ. അറിയാലോ ഫ്രാങ്ക്ലിൻ ഇത്തിരി സീനാണ്. ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യും ഡോളർ ഉണ്ടാക്കാൻ വേണ്ടിട്ട്? ചേച്ചി എവിടെ എന്തെങ്കിലും പണിയുണ്ടോ? ഒരാള് മിണ്ടുന്നും കൂടി ഇല്ല ഗൈസ്. മാസ് ഷോപ്പിൽ എന്തായാലും ചോദിച്ചു നോക്കാം, എന്തെങ്കിലും പണി തന്നാൽ അങ്ങേര്. ഹലോ ചേട്ടാ. ആ പയ്യ പറ പയ്യ. ബംഗാളിയാണോ? എന്തെങ്കിലും ആവട്ടെ. അതെ ചേട്ടാ, ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? ചേട്ടാ ഇവിടെ ജോലിയൊന്നുമില്ല ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യണേ. ഞാനൊരു $200 ചേട്ടന് തരാം ചേട്ടാ. $200? എന്ത് ജോലിയാ? ചേട്ടാ നിങ്ങളൊരു പാക്കേജ് കളക്ട് ചെയ്ത് കൊണ്ടുവരാവോ ചേട്ടാ? ആ പിസയിൽ വന്നിട്ടുണ്ടാവും ചേട്ടാ, അതൊന്ന് പെട്ടെന്നൊന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാവോ ചേട്ടാ? ഓ പിന്നെന്താ, ഞാൻ കളക്ട് ചെയ്തിട്ട് ഓടി വരാം. എന്റെ മോനെ ഇതെന്തായാലും ലോട്ടറി കേട്ടാ. $200 ഇവിടെ അടുത്തുള്ള ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്ത് $200 വെറുതെ കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. ബാക്കി ചേച്ചി അങ്ങനെയാണെങ്കിൽ അവിടെയാണെങ്കിൽ ഒരു 2 ബോട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ചേച്ചി അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരാൾ കടലിലേക്കൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ബോക്സ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്തായാലും കൊണ്ട് അങ്ങേർക്ക് കൊടുക്കാം അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് അത് അങ്ങേർക്ക് കൊണ്ട് കൊടുക്കാം. നമ്മളാണെങ്കിൽ മമ്മൂട്ടിയുടെ ടീഷർട്ട് ഇട്ടിട്ട് പണിയെടുക്കാൻ പോകുന്നത്. എനിക്ക് വയ്യ, എത്രയും പെട്ടെന്ന് കൊണ്ടു കൊടുക്കട്ടെ. അമ്മേ എനിക്ക് വയ്യ. ഇതാ നിങ്ങളുടെ ബോക്സ്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഗൈസ് അങ്ങനെ നമുക്ക് ടോട്ടൽ ഇപ്പൊ $300 ആയിട്ടുണ്ട്. ഇനി $700. എനിക്ക് എന്തായാലും ഇനി അധികം പണിയെടുക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പണിക്ക് പോകും, അല്ല കൺസ്ട്രക്ഷൻ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ $700 പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇങ്ങനെ അടിയിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ കൂടെ കേറിയിട്ട് പണിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉമ്മേ കടലിൽ പോയേ. ഒന്നുമില്ല. അയ്യോ ചേട്ടാ, ചുമ്മ തല്ലല്ലേ. ഇല്ലെങ്കിൽ പറ്റൂല, ഞാൻ ഓടട്ടെ. ദൈവമേ, സോറി മൈ ബാഡ് ബ്രോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അടിക്കാൻ എന്റെ പല്ല് കറുപ്പിച്ച് കൈസ്. ഭാഗ്യം അങ്ങനെ അവിടെ പോയി തോന്നുന്നു. നമുക്ക് എന്തായാലും ഇയാളുടെ അടുത്ത് ജോലി തരുമെന്ന് ചോദിച്ചു നോക്കിയൊക്കെ. സാറേ എന്തെങ്കിലും ഒരു ജോലി തരാമോ? എനിക്ക് അർജന്റായിട്ട് കുറച്ച് $700 ഒന്ന് വേണമായിരുന്നു. $700? ഓ മൈ ഗോഡ്. നീ ഒരു കാര്യം ചെയ്യുന്ന അവിടെ പണി സാധനങ്ങൾ കിടക്കുന്നുണ്ട്, അതെടുത്തിട്ട് അങ്ങ് പണിക്ക് അങ്ങ് ഇറങ്ങിക്കോ. കഴിയുമ്പോ ഞാൻ അങ്ങ് ജോലി സാലറി ആയിട്ട് ഒരു $700 അങ്ങ് തന്നേക്കാം. അതെന്തായാലും കൊള്ളാം. ഞാൻ എന്തായാലും പോയിട്ട് പണിയെടുക്കട്ടെ. ഇവിടെ ഇപ്പൊ ഏത് ഭാഗത്താ കുഴിക്കേണ്ടത്? അവിടെ ഒരു ചേട്ടൻ നിന്ന് കുഴിക്കേണ്ട ആളുടെ